ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ഈവനിങ് ആയിരുന്നു. അപ്പോൾ സാറ്റർഡേ ആണ് ഇവിടെ എനിക്ക് ഓഫ് ഉള്ളത്. അപ്പോൾ ഓഫ് നൈറ്റിൽ കുഞ്ഞിനെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പാർക്കിൽ കറങ്ങാൻ വന്നതായിരുന്നു. അപ്പോൾ അമ്മയും ഞാനും ഹസ്ബൻഡും എല്ലാവരും കൂടെ പാർക്കിൽ വന്നു. നല്ല രസമുണ്ടായിരുന്നു നൈറ്റ്. ഇതിപ്പോൾ ഡിസംബർ മന്താണ്. അപ്പോൾ നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് നടക്കാൻ പറ്റും. അവിടെയാണെങ്കിൽ കുട്ടികൾ ഈ കാറ്, സൈക്കിള് അങ്ങനെയുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള വണ്ടികളിങ്ങനെ ഓടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല സ്പീഡിലാണ്, ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് അവർ നല്ല സ്പീഡിൽ അവർ ഓടിച്ച് കളിക്കുന്നുണ്ട്. അവിടുത്തെ പിള്ളേർക്കൊക്കെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് എല്ലാം നന്നായിട്ട് അറിയാം. അവരതൊക്കെ കൃത്യമായിട്ട് ബ്രേക്ക് പിടിച്ച്, നമുക്ക് കണ്ടാൽ പേടിയാവും നമ്മളെ വന്ന് ഇടിക്കുമോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നമുക്ക് ടെൻഷനാവും. പക്ഷേ അവരത് കൃത്യമായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വളച്ച് കൊണ്ടുപോകും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ കോർണിഷിൻ്റെ അടുത്ത് കുറേ നേരം വന്ന് നിന്ന് അത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്ന് ആ സമയം കൊണ്ട് ഇച്ചൂട്ടൻ ഉറങ്ങി. ഇച്ചൂട്ടന് പാർക്കൊക്കെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവന്നത്. ഇച്ചൂട്ടനാണെങ്കിൽ അവിടെ എത്തിയപ്പോഴേക്കും കിടന്നുറങ്ങി. അവൻ വണ്ടി കയറുന്നത് അല്ലെങ്കിലും കിടന്നുറങ്ങും. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരുടെയൊക്കെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അമ്മ അവൾ വന്നപ്പോൾ തൊട്ട് വീഡിയോ എടുപ്പിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഒരിടത്ത് പോയിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പാർക്കിൽ ഒരിടത്ത് ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴും ഇച്ചൂട്ടൻ എണീറ്റിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങളവിടെ പാർക്കിൽ ഒരിടത്ത് പോയിരുന്നു. അവിടെ പോയിരുന്നപ്പോൾ ഇച്ചൂട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചൂട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എണീറ്റപ്പോൾ ഇച്ചൂട്ടനൊരു ടവലൊക്കെ വേദിച്ച് അവിടെ ഇച്ചൂട്ടനെ കിടത്തും. അപ്പോൾ ഇന്ന് പാർക്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. സാറ്റർഡേ ആയതുകൊണ്ടും പിന്നെ ക്ലൈമറ്റ് ഇച്ചിരി കൂൾ ക്ലൈമറ്റ് ആയത് കാരണം ആൾക്കാരെല്ലാവരും ഇതൊരു ഫാമിലിയായിട്ട് ആൾക്കാർ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആകാശത്തോട്ട് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആകാശം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ഇച്ചൂട്ടനെ എടുത്ത് നമ്മൾ ടവൽ വിരിച്ച് അവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പുല്ലൊക്കെ പറിച്ച് അവനവിടെ കിടത്താൻ പറ്റാത്ത അവസ്ഥ. അങ്ങോട്ട് തിരിച്ച് കിടത്തിയാലും ഇങ്ങോട്ട് തിരിച്ച് കിടത്തിയാലും അവൻ പുല്ല് മുഴുവൻ പറിച്ചെടുക്കും. അങ്ങനെ അവനെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് കിടക്കാൻ തുടങ്ങി. ഇത് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നടക്കാനുണ്ട് ഈ പാർക്കിങ്. അറ്റം തൊട്ട് ഞങ്ങൾ അങ്ങറ്റം വരെ നടന്ന് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുകയാണ്. ഇച്ചൂട്ടന് ഈ ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അവനെല്ലാം കണ്ടിങ്ങനെ നടക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി. അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഇച്ചൂട്ടന് ആദ്യമായിട്ടും വെച്ചു. ഇച്ചൂട്ടന് കുറേ ഫുഡൊക്കെ നമ്മൾ എന്ത് കഴിച്ചാലും ഇച്ചൂട്ടന് അത് വേണം. അങ്ങനെ ഇച്ചൂട്ടനുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വെറുതെ ഇച്ചൂട്ടനായിട്ട് ഇങ്ങനെ കളിച്ച് നടക്കുകയാണ്. ഇച്ചൂട്ടന് ആ ലൈറ്റുള്ള വണ്ടികളൊക്കെ കാണുമ്പോൾ രസം. എന്നാലും ഇങ്ങനെ കളിക്കുന്നതൊക്കെയാണ് അവന് മെയിനായിട്ടുള്ളത്. അവൻ എല്ലാത്തിനും എൻ്റെ കൂടെ നിന്നൊക്കെ തരും കേട്ടോ, കരയാതെ കളിക്കാനൊക്കെ ഇങ്ങനെ എപ്പോഴും കൂടെ വരും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതുവഴിയൊക്കെ ഇങ്ങനെ ഓടി നടന്ന് അവന് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ നടന്നു. അപ്പം അമ്മയും ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അമ്മയ്ക്ക് തണുത്ത് തുടങ്ങി. അമ്മ സ്വെറ്ററൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങളത് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. എൻ്റെ ഇടയിൽ എൻ്റെ കുറേ ഇച്ചൂട്ടനായിട്ടുള്ള കളിക്കുന്നതൊക്കെയാണ് ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അവനാണെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇച്ചൂട്ടൻ എപ്പോഴും ഒരു റൂമിലാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള വീക്കെൻഡ്സിൽ മാത്രമേ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുള്ളൂ. ഈ പാർക്കിൻ്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെ കുട്ടികൾ കളിക്കുന്ന സെക്ഷനാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് അതൊക്കെ ഇങ്ങനെ ഇച്ചൂട്ടനെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അതിനകത്ത് ഇങ്ങനെ ട്രെയിൻ ഓടണതും ഈ ഊഞ്ഞാലാടുന്നതും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള